ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ കീം പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കീമിൽ ഉപയോഗിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ ട്രിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെന്തോ പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. വെറുതെ ഒരു ട്രിക്ക് പഠിക്കുക എന്നുള്ളതിലുപരി എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞ് വിശദീകരിച്ച് തരാം. നിങ്ങളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് സോൾഡ് എക്സാമ്പിൾസ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് കീമിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ഇവിടെ സോൾവ് ചെയ്ത് കാണിക്കുന്നത്. ഇത് 100% വർക്കിംഗ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇവിടെ ചാപ്റ്റർ ഏതാണെന്നുള്ളത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബൈനോമിയൽ തിയറത്തിൽ നിന്നാണ് നമ്മൾ ഈ ട്രിക്ക് എന്താണെന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് സംഭവം എന്നൊന്ന് പരിചയപ്പെടാം. നമുക്ക് ബൈനോമിയൽ തിയറത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ a+b ദ ഹോൾ റൈസ് ടു n എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ nc0 a റൈസ് ടു n പ്ലസ് nc1 a റൈസ് ടു n-1b പ്ലസ് nc2 a റൈസ് ടു n-2b സ്ക്വയർ പ്ലസ് എക്സെട്ര NCN b റൈസ് ടു n. സാധാരണ ഇത് JEE മെയിൻ അഡ്വാൻസ്ഡ് പോലുള്ള പരീക്ഷകൾക്കൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു ടെക്നിക്കാണ്. പക്ഷേ അത് കീമിൽ ഉപയോഗിക്കുമ്പോൾ കീമിലെ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഈസി ആയിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ സംഭവം നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാം എന്ന് വിചാരിച്ചത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇതിൽ നമ്മളൊരു ജനറൽ ടേം TR+1 പറയാറുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു NCR a റൈസ് ടു n-r b റൈസ് ടു r. ഇതാണ് ഇതിൻ്റെ ജനറൽ ടേം, ഇതിൻ്റെ R+1 ടേം എന്ന് പറയുന്നത്. ഇതൊക്കെ NCERT-ലുള്ളത് തന്നെയാണ്, നിങ്ങൾ പഠിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ എൻ്റെ വാല്യൂ നമ്മളൊരു 1ഉം ബിക്ക് നമ്മളൊരു എക്സും കൊടുക്കുകയാണെങ്കിൽ ഇത് 1 + x റൈസ് ടു n എന്ന് മാറും. ഇതിൻ്റെ എക്സ്പാൻഷനും NCERT ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. നിങ്ങളൊരു ബോർഡ്സിൻ്റെ പ്രിപ്പറേഷനിലൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. ഇത് റിലേറ്റീവ്ലി എളുപ്പമാണ്. NC0 പ്ലസ് NC1x പ്ലസ് NC2 x² എക്സെട്ര പ്ലസ് NCN x റൈസ് ടു n ഇങ്ങനെ മാറും. ഈ a+b റൈസ് ടു n-ൻ്റെ എക്സ്പാൻഷനും ഇതിൻ്റെ ജനറൽ ടേമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1 + x റൈസ് ടു n-ൻ്റെ എക്സ്പാൻഷൻ വളരെ സിമ്പിളാണ്. കാരണം 1 + x-ൽ എൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇവിടെ ഈ a റൈസ് ടു n, a റൈസ് ടു n-1, a റൈസ് ടു n-2 ഇതെല്ലാം 1 റൈസ് ടു n, 1 റൈസ് ടു n-1, 1 റൈസ് ടു n-2 എന്നിങ്ങനെ മാറും. അതെല്ലാം 1 ആവും. അപ്പോൾ ഈ സെക്കൻഡ് ടേം ആയിട്ടുള്ള ബിൻ്റെ വാല്യൂ ഇവിടെ x ആണ് കൊടുത്തത്. ആ എക്സിൻ്റെ പവറുകൾ മാത്രമേ നമ്മളിവിടെ ബോദർ ചെയ്യേണ്ടി വരുന്നുള്ളൂ. സോ 1 + x റൈസ് ടു n ഈസ് വെരി ഈസി ആസ് കമ്പയർഡ് ടു a+b റൈസ് ടു n. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ജനറൽ ടേം നോക്കൂ, TR+1 is equal to NCR x റൈസ് ടു r. സോ ദിസ് ഇസ് ഈസി ആൻഡ് ദിസ് ഇസ് ഡിഫിക്കൽട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മാത്തമാറ്റിക്സ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഒരു ടിപ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുക, ഈ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഭവത്തിനെ ഈസി ആയിട്ടുള്ള ഒരു കേസിലേക്ക് എങ്ങനെയെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, എപ്പോഴും നിങ്ങളൊരു a+b റൈസ് ടു n ടൈപ്പ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് അതിന് a+b റൈസ് ടു n ആയിട്ട് ടെക്സ്റ്റിൽ പറയുന്നത് പോലെ എക്സ്പാൻഡ് ചെയ്യണ്ട. അതിന് പകരം ഇവിടുന്ന് ഒരു a പുറത്തേക്ക് എടുക്കുക. അപ്പോൾ a പുറത്തേക്ക് എടുക്കുമ്പോൾ ഓൾ റൈസ് ടു n ഉള്ളതുകൊണ്ട് a റൈസ് ടു n ആണ് പുറത്ത് വരിക. യു ആർ ടേക്കിംഗ് ഔട്ട് a ബട്ട് യു വിൽ ഗെറ്റ് a റൈസ് ടു n ഔട്ട്സൈഡ് ബിക്കോസ് ഓഫ് ദിസ് ഓൾ റൈസ് ടു n. സോ 1 + b/a, ഇവിടെ a പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ a ഡിവൈഡ് ചെയ്യണം. സോ 1 + b/a ഓൾ റൈസ് ടു n എന്ന് മാറും. ഈ b/a-നെ നമ്മളൊരു x എന്ന് വായിക്കുക. അപ്പോൾ ഇത് ബേസിക്കലി 1 + x റൈസ് ടു n ആണ്. എന്ന് വെച്ചാൽ ഈ a+b റൈസ് ടു n-നെ നമ്മൾ a റൈസ് ടു n പുറത്തേക്ക് എടുക്കുന്നതിലൂടെ അതൊരു 1 + x റൈസ് ടു n ആയിട്ട് ഇവിടെ മാറുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ a റൈസ് ടു n അവിടെ നിന്നോട്ടെ, അത് ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യണം. ഇതൊരു ഈ b/a-നെ ഒരു x എന്ന് വിളിക്കുക. b/a ആണ്, b/a-നെ x എന്ന് മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒരു എക്സ്പാൻഷൻ വരും. അപ്പോൾ n+1 ടേമുള്ള ഒരു എക്സ്പാൻഷൻ ഇവിടെ വരും എന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ട് അതിൽ ഓരോ ടേമിലേക്കും a റൈസ് ടു n ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. a റൈസ് ടു n നിങ്ങൾ ആദ്യമേ മൾട്ടിപ്ലൈ ചെയ്യേണ്ട, അത് അവസാനം ഫൈനൽ ആൻസറിൽ എത്തുന്ന നേരം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നമുക്ക് ദിസ് ക്യാൻ ബി എക്സ്പാൻഡഡ്. അപ്പോൾ അതിൻ്റെ ഒരു TR+1, R+1 ടേം എന്ന് പറയുന്നത് NCR b/a ഓൾ റൈസ് ടു r ആണ്. സോ കോഎഫിഷ്യന്റ് ഓഫ് b/a ഓൾ റൈസ് ടു r വിൽ ബി ഈക്വൽ ടു NCR. ഇത്രയേ ഉള്ളൂ കാര്യം. അതായത് ഇവിടുത്തെ ഈ എക്സ്പാൻഷനിൽ R+1 ടേം NCR b/a റൈസ് ടു r ആണ്. പിന്നീട് a റൈസ് ടു n മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ a റൈസ് ടു n-r b റൈസ് ടു r-ലേക്ക് തന്നെ മാറും. പക്ഷേ അത് നമ്മൾ ബോദർ ചെയ്യുന്നില്ല. നമ്മൾ ഈ 1 + x b/a ഓൾ റൈസ് ടു n മാത്രമേ ഓരോ ക്വസ്റ്റ്യനിലും നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇതിപ്പോൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനിൽ പ്രോബ്ലം സോൾവ് ഇങ്ങനെ ഈസി ആക്കുന്നത് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഒരു 10-15ഓളം ക്വസ്റ്റ്യൻസ് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് അത് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കാം, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ദ ബൈനോമിയൽ എക്സ്പാൻഷൻ ഓഫ് √x - 3/x³ ഓൾ റൈസ് ടു 7 ദ കോൺസ്റ്റന്റ് ടേം ഈസ്. ഇതിൻ്റെ എക്സ്പാൻഷനിലെ കോൺസ്റ്റന്റ് ടേം എന്താണെന്നാണ്. ഇത് ആൾക്കാർ സാധാരണഗതിയിൽ സോൾവ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നിപ്പോകും. അവർ ഇതിൻ്റെ TR+1 is equal to 7CR √x റൈസ് ടു 7 - r ഇൻറ്റു -3/x³ ഓൾ റൈസ് ടു r അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് ചെയ്യുക. പക്ഷേ ഇവിടെ നോക്കൂ, ഞാൻ ഈ പറഞ്ഞ പ്രകാരം ഈ √x പുറത്തേക്ക് എടുക്കുക. അപ്പോൾ √x എന്ന് പറഞ്ഞാൽ x റൈസ് ടു 1/2 ആണ്. ഇവിടെ ഓൾ റൈസ് ടു 7 ഉള്ളതുകൊണ്ട് x റൈസ് ടു 7/2 പുറത്ത് വരും. നോ 1 - of 3/, ഇവിടെ ഓൾറെഡി x³ ഉണ്ട്, പിന്നെ ഒരു √x കൂടെ അവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x³ × √x x റൈസ് ടു 7
2 മൂന്നര നമുക്ക് 7/2 എന്ന് എഴുതാം ഓൾ റൈസ് ടു 7. നൗ ദിസ് ഇസ് ടു ബി എക്സ്പാൻഡഡ്. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. ആ എക്സ്പാൻഡ് ചെയ്ത് കിട്ടുന്ന ഓരോ ടേമിലേക്കും ഈ എക്സ് റൈസ് ടു 7/2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അന്നേരം ഒരു കോൺസ്റ്റന്റ് ടേം വരണം. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് ടേം എടുത്താൽ മതി. അതിൽ എക്സ് റൈസ് ടു -7 ഇത് മുകളിലോട്ട് എടുക്കുമ്പോൾ എക്സ് റൈസ് ടു -7/2 ആവും. സോ എക്സ് റൈസ് ടു 7/2 ഇൻറ്റു മൈനസ് എക്സ് റൈസ് ടു 7/2 വിൽ ബി 1 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ 7C1 ഇൻറ്റു -3. 7C1 എന്ന് പറഞ്ഞാൽ 7 തന്നെയാണ്. സോ 7 ഇൻറ്റു -3 ഈക്വൽ ടു -21. സെക്കൻഡുകൾ പോലും എടുക്കില്ല. അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ആൻസർ പറയാം. ഇനി ഇതിൽ നിന്ന് ക്ലിയർ ആവാത്ത ആളുകൾ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ക്യൂബ് ഇൻ ദ ബൈനോമിയൽ എക്സ്പാൻഷൻ ഓഫ് 1/√x - x ഹോൾ റൈസ് ടു 6. ഇത് a - b റൈസ് ടു n ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിനെ 1 - x അങ്ങനെ മാറ്റും. അപ്പോൾ 1/√x പുറത്തേക്ക് എടുത്താൽ 1/√x പറയുമ്പോൾ എക്സ് റൈസ് ടു 1/2 ഓൾ റൈസ് ടു 6 ഉള്ളതുകൊണ്ട് 1/x³ ഇവിടെ പുറത്ത് വരും. അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ 1 - x ഇൻറ്റു √x, അതായത് എക്സ് റൈസ് ടു 3/2. എക്സ് ഇൻറ്റു √x എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 3/2 ആണല്ലോ. ഓൾ റൈസ് ടു 6 ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. അതിൽ ഓരോ ടേമിലേക്ക് നമ്മൾ x³ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ഈ 1/x³ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x³ ബാക്കി ആവണമെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ നമ്മൾ എക്സ് റൈസ് ടു 6 എടുക്കണം. എക്സ് റൈസ് ടു 6 എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 3/2ൻ്റെ റൈസ് ടു 4 ആണ്. അപ്പോൾ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് 6C4. 6C4 തന്നെയാണ്. 6C2. 6C2ൻ്റെ വാല്യൂ 6 × 5 ഡിവൈഡഡ് ബൈ 1 × 2 15 എന്ന് വരും. ഓപ്ഷൻ ബി. വളരെ കുറഞ്ഞ സമയം മതിയാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ കോൺസ്റ്റന്റ് ടേം ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് ദ സെയിം തിങ് x³ + 1/x² ആണ്. അതിൽ നിന്ന് ആദ്യം ഈ x³ നമ്മൾ പുറത്തേക്ക് എടുക്കും. സോ എക്സ് റൈസ് ടു 30 ഇൻറ്റു 1 + 1 ഇവിടെ x³ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 + x റൈസ് ടു 5 ഓൾ റൈസ് ടു 10. എന്താ വേണ്ടേ? കോൺസ്റ്റന്റ് ടേം. അതായത് ഇതിനെ ഇനി എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്തിട്ട് എക്സ് റൈസ് ടു 30 മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് റൈസ് ടു 30 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ടേം വരണമെങ്കിൽ ഇതിനുള്ളിൽ എക്സ് റൈസ് ടു -30 എടുക്കണം. ഇവിടെ ഉള്ളത് 1/x റൈസ് ടു 5 അഥവാ എക്സ് റൈസ് ടു -5 ആണ്. അത് റൈസ് ടു -30 ആവണമെങ്കിൽ അത് റൈസ് ടു 6 ചെയ്യണം. സോ ആൻസർ ഈസ് 10C6. 10C6 തന്നെയാണ് 10C4. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 10C4? 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 1 2 3 4. ഇവിടെ 2 4 8 ഈ 8ഉമായിട്ട് ക്യാൻസൽ ആയി പോകും. ഇവിടെ ഒരു 3 ഇതുമായിട്ട് ക്യാൻസൽ ആവും. 3 ഇൻറ്റു 7 21. 21 ഇൻറ്റു 10 210. 210 ഓപ്ഷൻ ഉണ്ടോ? കാണും. ഓപ്ഷൻ എ. മനസ്സിലാവുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. വി ആർ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കടാ. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു 14 ഇൻറ്റു y ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x² + √y ഓൾ റൈസ് ടു 9. എല്ലാ ചോദ്യത്തിലും ചെയ്യുന്ന പോലെ x² പുറത്തേക്ക് എടുക്കും. പക്ഷേ ഓൾ റൈസ് ടു 9 ഉള്ളതുകൊണ്ട് എക്സ് റൈസ് ടു 18 ആണ് ഇവിടെ പുറത്ത് വരിക. ഇൻറ്റു 1 + √y ഡിവൈഡഡ് ബൈ x² ഓൾ റൈസ് ടു 9. ഇനി ദിസ് ഇസ് ടു ബി എക്സ്പാൻഡ് ചെയ്തിട്ട് എക്സ് റൈസ് ടു 18 മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് റൈസ് ടു 18 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു 14 വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എക്സ് റൈസ് ടു -4 എടുക്കണം. ഇവിടെ ഉള്ളത് 1/x² അഥവാ എക്സ് റൈസ് ടു -2 ആണ്. അത് എക്സ് റൈസ് ടു -4 ആവണമെങ്കിൽ അതിനെ സ്ക്വയർ ചെയ്താൽ മതി. സോ അവർ ആൻസർ ഈസ് 9C2. ഇതിന് സ്ക്വയർ വരുന്നത് 1 + b/a ഓൾ റൈസ് ടു r ൻ്റെ കോഎഫിഷ്യന്റ് NCR ആണ്. അത്രേ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. സോ 9C2 ഈസ് 9 × 8 ഡിവൈഡഡ് ബൈ 1 × 2. 2 ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 4 വരും. 9 × 4 = 36. ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ഓപ്ഷൻ ഉണ്ടാവും. ടിക്ക് ചെയ്യുക. അടുത്തതിലേക്ക് പോവുക. സോ ലെറ്റ് us go to നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു 7 ആണ് വേണ്ടത്. ഇവിടെയും ഇതേ പരിപാടി. 1/x പുറത്തേക്ക് എടുക്കുക. പക്ഷേ ഓൾ റൈസ് ടു 8 ഉള്ളതുകൊണ്ട് ഇവിടെ പുറത്ത് വരിക 1/x റൈസ് ടു 8 ആണ്. ഇൻറ്റു 1 + 1/x പുറത്തേക്ക് എടുക്കുമ്പോൾ ഇത് x³ ആവും. ഓൾ റൈസ് ടു 8. നൗ ദിസ് ഈസ് ടു ബി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 1/x റൈസ് ടു മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ 1/x റൈസ് ടു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു 7 ബാക്കിയാവണം. ഇതിനുള്ളിൽ എക്സ് റൈസ് ടു 15 എടുക്കണം. എക്സ് റൈസ് ടു 15/x റൈസ് ടു 8 ആണ്. എക്സ് റൈസ് ടു 7. അപ്പോൾ 15 എടുക്കണമെങ്കിൽ ഇത് x³ ആണ്. x³ റൈസ് ടു 15 ആവണമെങ്കിൽ റൈസ് ടു 5 ചെയ്യണം. സോ അവർ ആൻസർ ഈസ് 8C5. 8C5 ഈസ് 8C3. വാട്ട് ഈസ് 8C3? 8 × 7 × 6 ബൈ 1 × 2 × 3. 2 3 6ഉമായിട്ട് ക്യാൻസൽ ആവും. 8 × 7 = 56. ഓപ്ഷൻ ഡി. ലെറ്റ് us go to next question. The number 81 is the coefficient of x raised to k in the expansion of this. ഇവിടെ നിന്ന് ഇതേ പരിപാടി. ഈ x² ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എക്സ് റൈസ് ടു 8 ആണ് പുറത്ത് വരിക. 1 + 3/x³. x² ഇവിടെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെയും ഡിവൈഡ് ചെയ്യണം. ഓൾ റൈസ് ടു 4. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യണം. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 81 വരെ ലാസ്റ്റ് ടേമിലാണ്. ഇവിടെ 3 ആണ്. 3 റൈസ് ടു 4. 4C4 3 റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ ഓൾ റൈസ് ടു 4 ആണ് എടുക്കുന്നത്. അപ്പോൾ x³ ഓൾ റൈസ് ടു 4 12 ആവും. ഐ മീൻ 1/x റൈസ് ടു 12 എന്ന് വെച്ചാൽ എക്സ് റൈസ് ടു -12. എക്സ് റൈസ് ടു 8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു 8 ഇൻറ്റു ദിസ് ഹോൾ റൈസ് ടു 4. സോ 1/x³ ഹോൾ റൈസ് ടു 4. എക്സ് റൈസ് ടു 8 - 12 is equal to എക്സ് റൈസ് ടു -4. ആ എക്സ് റൈസ് ടു -4നെയാണ് അവർ എക്സ് റൈസ് ടു k എന്ന് വിളിച്ചത്. അപ്പോൾ kൻ്റെ വാല്യൂ -4. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് 5r + 4th ടേം. അത് ഈ ടോപ്പിക്കായിട്ട് ആക്ച്വലി വലിയ ബന്ധമില്ല.
ഇവിടെ ഓൾ റൈസ് 25 5r പ്ലസ് ഫോർത്ത് ടേമിൻ്റെ കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 25c 5r പ്ലസ് 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു r മൈനസ് 1th ടേം. r മൈനസ് 1th ടേമിൻ്റെ കോയഫിഷ്യൻ്റ് 25c r മൈനസ് 2. ഇനി സാധാരണ പോലെ ഇത് രണ്ടും നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. സോ 5r പ്ലസ് 3 ഈക്വൽ ടു r മൈനസ് 2. ഈ r ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ 4r ഇസ് ഈക്വൽ ടു -5 വിച്ച് ഇസ് നോട്ട് പോസിബിൾ. കാരണം 4r നെഗറ്റീവ് ആകുമ്പോൾ അതൊരു ടേമിൻ്റെ പൊസിഷൻ ആയിട്ട് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 25 ആയാലും മതിയല്ലോ. നിങ്ങൾ അങ്ങനെ പറയാറുണ്ട്. NC(x) ഇസ് ഈക്വൽ ടു NC(y) ആണെങ്കിൽ either x ഈക്വൽ ടു y ഓർ x പ്ലസ് y ഈക്വൽ ടു n. ഒക്കെ NCERT-ൽ തന്നെയുള്ള ബേസിക് ഐഡിയാസ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 6r പ്ലസ് 1 ഇസ് ഈക്വൽ ടു 25 പ്ലസ് 1 ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ 6r ഇസ് ഈക്വൽ ടു 24. r ഡിവൈഡ് ചെയ്യുമ്പോൾ 24 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 4. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ ടൈപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇൻ ദ ബൈനോമിയൽ എക്സ്പാൻഷൻ x മൈനസ് 2y സ്ക്വയർ ഓൾ റൈസ് ടു 9 ദെൻ ദ കോഎഫിഷ്യന്റ് ഓഫ് x റൈസ് ടു 6 ഇൻറ്റു y റൈസ് ടു 6. സെയിം പ്രൊസീജിയർ. ഇവിടുന്ന് x പുറത്തേക്ക് എടുക്കുക, പക്ഷേ ഓൾ റൈസ് ടു 9 ഉള്ളതുകൊണ്ട് x റൈസ് ടു 9 പുറത്തേക്ക് വരും. 1 മൈനസ് 2y സ്ക്വയർ ഡിവൈഡഡ് ബൈ x ഓൾ റൈസ് ടു 9. നമുക്ക് വേണ്ടത് x റൈസ് ടു 6 ഇൻറ്റു y റൈസ് ടു 6 ആണ്. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് x റൈസ് ടു 9 മൾട്ടിപ്ലൈ ചെയ്യണം. x റൈസ് ടു 9 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x റൈസ് ടു 6 കിട്ടണം എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ എടുക്കേണ്ടത് x റൈസ് ടു -3 ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ x ഉണ്ട്, ഓൾ റൈസ് ടു -3. ഡിവൈഡഡ് ബൈ x എന്ന് പറഞ്ഞാൽ x റൈസ് ടു -1 ആണ്. അത് x റൈസ് ടു -3 ആണ്. ഇവിടെ ക്യൂബ് ചെയ്താൽ മതി. സോ അവർ ആൻസർ ഈസ് 9c3 ഇൻറ്റു ഇവിടെ ഒരു -2 ഉണ്ട്. ആ -2ൻ്റെ ക്യൂബും കൂടി വരും. അപ്പോൾ അത് -8 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുക. 9c3 എന്ന് പറയുന്നത് 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു -3 ക്യൂബ് ഈസ് -8. ഇനി ഇത് ക്യാൻസൽ ചെയ്യുക സാധാരണ പോലെ. ഇവിടെ 4, ഇവിടെ 3. സോ 12 ഇൻറ്റു 7 എന്ന് വരും. 12 ഇൻറ്റു 7 84 ഇൻറ്റു -8 എഴുതി മൾട്ടിപ്ലൈ തന്നെ. വേറെ എന്ത് ചെയ്യാനാ? 84 ഇവിടെ 8. സോ 8 ഇൻറ്റു 4 32. There is a carry 3. 64 plus 3 67 with a negative. So minus of 672 is the answer. Option ഉണ്ടോ നോക്കാം. Yes, it is there in option A. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നും കൂടെ ഒക്കെ ചെയ്തിട്ട് നമുക്ക് നിർത്താൻ തോന്നുന്നു. കോഎഫിഷ്യന്റ് ഓഫ് x ക്യൂബ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ്. അപ്പോൾ ഇതിനകത്ത് x ക്യൂബ്, അതായത് ഇത് മാത്രമേ എക്സ്പാൻഡ് ചെയ്യാനുള്ളൂ, ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇവിടുന്ന് 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ x ക്യൂബിന് സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് x ക്യൂബിൻ്റെ കോഎഫിഷ്യന്റ് 5c3 -2 ഹോൾ ക്യൂബ്. ഇവിടെ x ഉണ്ട്, ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് x സ്ക്വയർ വരും. സോ 5c2 ഇൻറ്റു -2 സ്ക്വയർ. ഇവിടെ x സ്ക്വയർ ഇവിടെ 2 ഉണ്ട്, ദാറ്റ് ഇൻറ്റു ഇവിടുത്തെ എക്സിൻ്റെ കോഎഫിഷ്യന്റ്. സോ പ്ലസ് 2 ഇൻറ്റു ഇവിടുത്തെ എക്സിൻ്റെ കോഎഫിഷ്യന്റ് 5c1 ഇൻറ്റു -2. ഇത് ഓപ്പറേറ്റ് ചെയ്താൽ മതി. 5c3 5c2 ഒക്കെ 10 ആണ്. -2 ക്യൂബ് എന്ന് പറയുമ്പോൾ -80. ഇത് +40. ഇവിടെ 2 ഇൻറ്റു 2 -4 -4 ഇൻറ്റു 5 -20. സോ -80 -20 -100 +40 ഐ തിങ്ക് -60. -60 ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അതായത് ഇതൊരു ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ്. ഇത് എക്സ്പാൻഡ് ചെയ്തായിട്ട് വിചാരിക്കുക, എന്നിട്ട് ഇതിൽ ഓരോ ടേമും അതിലേക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതാണല്ലോ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്തൊരു ഫാക്ടർ ഉള്ളിലൊരു ഫാക്ടർ ഉണ്ടെങ്കിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ. അതായത് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഒരു കോംപ്രഹെൻസീവ് ഡിസ്കഷൻ അല്ല. അതായത് സിലബസ് കറക്റ്റായിട്ട് പഠിക്കാത്ത ആളുകൾക്ക് ഇത് മനസ്സിലാവുന്നില്ല, അങ്ങനെ നിങ്ങൾ പറയരുത്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ഓൾറെഡി ഇത് ചെയ്യാൻ അറിയാവുന്ന ആളുകൾക്ക് ആ മെത്തേഡ് മാറ്റി കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ എന്താണ് വഴി, ക്വിക്കായിട്ട് ഇത് ചെയ്ത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് സോൾവ് ആക്കി. നമ്മൾ സമയം ഇതിൽ ഒരുപാട് പോകും. നിങ്ങൾ കൺവെൻഷണൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഇത് പെട്ടെന്ന് തീർത്തിട്ട് എങ്ങനെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം എന്നതാണ് നമ്മുടെ പോയിന്റ്. സോ നോക്കൂ, കോഎഫിഷ്യന്റ് ഓഫ് x റൈസ് ടു 22 ഈസ് അറ്റ് ദി r പ്ലസ് 1th ടേം ഓഫ് ദ ബൈനോമിയൽ എക്സ്പാൻഷൻ ഓഫ് 3x ക്യൂബ് -x സ്ക്വയർ ഹോൾ റൈസ് ടു 9. സെയിം പ്രോസസ്. ഈ 3x ക്യൂബിനെ മൊത്തത്തിൽ വലിച്ചു വാരി പുറത്തേക്ക് ഇടുക. അപ്പോൾ ഇവിടെ 3 റൈസ് ടു 9 x ക്യൂബ് ഹോൾ റൈസ് ടു 9 x റൈസ് ടു 27 ഇൻറ്റു 1 മൈനസ് ഓഫ് ഇവിടെ x സ്ക്വയർ ബൈ x ക്യൂബ് 1/3x ഹോൾ റൈസ് ടു 9 ആവും. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് x റൈസ് ടു 22 വന്നു എന്നാണ് പറയുന്നത്. സോ ദിസ് ഇസ് ടു ബി എക്സ്പാൻഡഡ്. അത് കഴിഞ്ഞിട്ട് x റൈസ് ടു 27 ഓരോ ടേമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ഒരു പർട്ടിക്കുലർ ടേമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ x റൈസ് ടു 22 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പാൻഷൻ സീരീസിൽ നിങ്ങൾ ചൂസ് ചെയ്ത ടേം x റൈസ് ടു -5 ആയിരിക്കണം. എന്നാലാണ് x റൈസ് ടു 27 ഇൻറ്റു x റൈസ് ടു -5 x റൈസ് ടു 22 വരിക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഓൾ റൈസ് ടു 5 ചെയ്യണം. ഓൾ റൈസ് ടു 5 ചെയ്യുന്നത് 6th ടേമിലാണ്. എന്ന് വെച്ചാൽ r പ്ലസ് 1 എന്ന് പറയുന്നത് 6 ആണ്. ഈ 1 ഇങ്ങോട്ട് മാറ്റിയാൽ r ഈക്വൽ ടു 5. r-ൻ്റെ വാല്യൂ 5 ആണ്. ഈ r പ്ലസ് 1, അതായത് ഈ ക്വസ്റ്റ്യനിൽ പരാമർശിക്കപ്പെടുന്ന ആ ഒരു ടേം, ഈ r പ്ലസ് 1 ഉദ്ദേശിക്കുന്നത് 6th ടേമിലാണ് അങ്ങനെ ഒരു സംഭവം ഒക്കെ അറിയാം. ഇനി ഉണ്ടെന്ന് തോന്നുന്നു. ദ കോൺസ്റ്റന്റ് ടേം ഇൻ ദി എക്സ്പാൻഷൻ ഓഫ്. നോക്കൂ, ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളിലായിട്ട് നിരന്തരമായി വന്നതാണ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയ സമയത്ത് ഇതിൻ്റെ അയ്യര് കളിയാണ്. അപ്പോൾ ഇതിനിങ്ങനെ ഒരു ഷോർട്ട് ട്രിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു മൊമെൻറ്റം നിങ്ങളെ
കീമിൻ്റെ പേപ്പറിനകത്ത് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം. ഓൾഡ് റേഷ്യോ 6 ഉള്ളതുകൊണ്ട് എക്സ് റേഷ്യോ 12 ആണ് പുറത്തേക്ക് കിട്ടുക. 1 - 2 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് ഓൾഡ് റേഷ്യോ 6 ആണ്. ഇതിനകത്ത് വേണ്ട കോൺസ്റ്റന്റ് ടേം ആണ്. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യും. എക്സ് റേഷ്യോ 12 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ടേം വരണം എന്ന് പറഞ്ഞാൽ ഇത് എക്സ് റേഷ്യോ -3 ആണ്. അപ്പോൾ എക്സ് റേഷ്യോ 12 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ആണ്, ഇവിടെ എക്സ് റേഷ്യോ -12 വരണം. ഇത് എക്സ് റേഷ്യോ -3 ആണ്. അപ്പോൾ അതിന് റൈസ് ടു 4 ചെയ്താൽ മതി. സോ ആൻസർ ഈസ് ആൻസർ ഈസ് 6C4 ഇൻറ്റു -2 ഇവിടെ 2 ഉണ്ടല്ലോ, ആ 2 അല്ല ആക്ച്വലി -2 ആണ്, അതും കൂടി കൺസിഡർ ചെയ്യണം. സോ 6C4 എന്ന് പറയുന്നത് 6C2 തന്നെയാണ്. 2⁴ എന്ന് പറയുന്നത് 16 നെഗറ്റീവ് പോകുമല്ലോ. 6C2ൻ്റെ വാല്യൂ 15 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ലെങ്കിൽ 6 × 5/1 × 2 ചെയ്യുമ്പോൾ 15 കിട്ടുമെന്ന് വലിയ കാര്യമില്ല. സോ വാട്ട് ഈസ് ദി ആൻസർ? 30, 60, 120, 240. 240 ഈസ് ദി ആൻസർ ഐ എം ഗെറ്റിംഗ്. യെസ്, ഇനിയുണ്ട്, പക്ഷേ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ബാക്കി നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നോക്കിയിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ മാക്സിമം ഐഡൻറ്റിഫൈ ചെയ്ത് പഠിച്ചിട്ട് പോവുക. ഇത് നിങ്ങൾക്ക് കീമിൽ വളരെ യൂസ്ഫുൾ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു ആൾ.